സമയം 6:30 നേരം സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ 4 പേര് ഇന്നലെ ഒരു ഔട്ട്ഡോർ ക്യാമ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയായിരുന്നു. നമ്മളുടെ ഈ ദിബ്ബ തന്നെ അൽഗുബ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വാദി ഗുബ് ഹൈക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി വന്നപ്പോൾ അവിടെ വലിയ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം നേരം വെളുത്തിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. മറ്റവന്മാർ 2 പേര് ഓൾറെഡി എണീറ്റിട്ടുണ്ട്, അവരെണീറ്റിങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങാം. ഞങ്ങൾ എവിടെയാണ് ടെൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന മിനിറ്റ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഈ ഭാഗത്ത് നല്ല കാറ്റാണ്. ദിബ്ബ ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല കാറ്റാണ്. എന്താ പാട്, പുറത്ത് വിളിച്ചു വന്നിട്ടുണ്ടല്ലേ? സൺറൈസ് എല്ലാ ദിവസവും ഉണ്ടല്ലോ. അവന്മാരെ എവിടെ, അവന്മാരുടെ ടെന്റൊക്കെ പാറി പോകുന്നു. അതിന്റെ മുകളിൽ വല്ല കല്ലും വെക്ക്, അതിന് മുകളിൽ വല്ല കല്ലും കയറ്റി വെക്ക്, ലേ പാറി പോവും. അതിന്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പൊ ഇതാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം. നല്ല അടിപൊളി വ്യൂ ആണ്. മോർണിംഗ് പുറത്ത് ഫുള്ള് മലകളാണ്, ഞങ്ങളുടെ ബാക്കിലും മലയാണ്. അപ്പോൾ ഞാനും കൂടി പുറത്തിറങ്ങിയിട്ട് ബാക്കി കാണിച്ചിടാം, എവിടെയാണ് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിടാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം. നേരത്തെ ഇതിൻ്റെ പുറംഭാഗം കാണിച്ചിരുന്നല്ലോ. ഇത് എവിടെയാണ് ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഫുള്ള് മലകളാണ് ഇവിടെ. ഞങ്ങളെ ബാക്ക് സൈഡൊക്കെ ഫുള്ള് മലയാണ്. ഇത് ഈ ഗുബ് ഏരിയയിലാണ്. ഗുബ് എന്ന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബസീറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ പിൻ ചെയ്യാം. അപ്പോൾ ഈ ബസീറ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അലാവും റമീസും ഇറങ്ങിയിട്ട് ആ മലൻ്റെ മുകൾക്കാണ് നടന്നു പോയിട്ടുണ്ട്. അവന്മാർ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചായ ഉണ്ടാക്കാൻ കൊടുക്കുന്ന പാത്രവും ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റവും വെള്ളം ഇവിടെയും കിടക്കുന്നുണ്ട്. റമീസ് ആ മലൻ്റെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അവനെ കാണാനല്ല, അല്ല ഒരു ചെറിയ മടി കാരണം ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു. പിന്നെ അവനെ വിളിച്ചിട്ടൊരു വിവരമില്ല, അതുകൊണ്ടേ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി നോക്കട്ടെ. നിങ്ങൾ എണീറ്റിട്ട് കുറേ നേരടാ. അതെ, റമീസ് അവിടെ ഉണ്ട്. പറയുന്നുണ്ട് അങ്ങനെ മുകളിൽ വരെ കയറാന്നൊക്കെ. എന്തിനാടാ, വേണ്ടവർക്ക് ഇതൊക്കെ ഇങ്ങനെ കയറാം, വേണ്ടവർക്ക് മാത്രം. ഞങ്ങളിപ്പോ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ആ കാണുന്ന മലയുടെ ടോപ്പിക്ക് പോകാൻ പറ്റും. കുറച്ച് റിസ്ക്കിയാണ്, കാരണം കുറച്ച് പൊളിഞ്ഞിട്ടുള്ള പാറ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് പോകുമ്പോഴുള്ളത്. അപ്പോൾ ഇത് റമീസ്, ഹൈക്കർ റമീസ്. റമീസിന്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് കൈക്കൂടി വേണമെങ്കിൽ കയറി പോവാം. അപ്പൊ ഇതാണ് ഇതിന്റെ മുകളിൽ നിന്ന് ഉള്ള വ്യൂ. അടിപൊളിയാണ്. താഴെ ഏകദേശം നമ്മള് ടെന്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ. ഒരാള് ശല്യല്ലേ ഇവിടെ. വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ അറബികളൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഈ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്യാം. റമീസ് വീണ്ടും ഒരു പാറിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്, കണ്ടാ. പക്ഷേ അതെ, റമീസ് ഫാൻസ് കം ഹിയർ. റമീസിന് നാട്ടില് ഫാൻസോട് ഫാൻസാണ് മക്കളെ. ഈ കാണുന്ന റമീസ് ഒന്നല്ല, വേറൊരു റമീസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഹൈക്ക് ചെയ്യാനൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് അത്രയ്ക്ക് ഉറപ്പുള്ള പാറകളായിട്ട് തോന്നില്ല. ഇതൊക്കെ കണ്ട, കുറച്ച് പൊളിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുള്ള കല്ലുകളാണ്. സോ ഇവിടെ ഹൈക്ക് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ
ക്യാമ്പിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലേസ് തീർച്ചയായിട്ടും ഇഷ്ടമാവും. സമയം 6:45, സൂര്യൻ ഏകദേശം പൊന്തി വരുന്നുണ്ട്. എഗെയിൻ റമീസ്. അപ്പോൾ ഞാനും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റൗ ഉണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ ലൈറ്റർ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ലൈറ്റർ കിട്ടിയാൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഇവിടുന്ന് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിക്കാതെ ഇവിടുന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് ചായ കുടിക്കും. അതെ. ലൈറ്റർ കിട്ടിയോ? ഇല്ലടാ. എവിടെ നമുക്ക് കല്ലിങ്ങനെ ഇങ്ങനെ 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 കാട്ടിട്ട് തീ ഉണ്ടാക്കിയാലോ? ഈ വയറല്ല എന്നേന്ന് പറയേണ്ടി വരും. ഈ കുപ്പിച്ചില് കൂട്ടി തീ ഉണ്ടാവോ? അപ്പൊ ചായ ഉണ്ടാക്കാനുള്ള അവസാന ശ്രമം പാളിപ്പോയി. ഗ്യാസ് ഒക്കെ തിരിച്ച് പാക്ക് ചെയ്ത് ഇവിടെ കഫറ്റീരിയ മടക്കി വണ്ടിയിൽ വെച്ച് ഞങ്ങള് തിരിച്ചു പോവാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ വരുമ്പോ നൈറ്റിൽ കുറച്ചുകൂടി ലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് കോഴിയൊക്കെ ചുട്ട് സംഭവമാക്കിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ എടുക്കാം. അതെ, ഞങ്ങൾ നല്ല ഫുഡ് പാർസൽ ചെയ്ത് കൊടുത്തിരുന്നു. ജോൺ ഹോനായി. അല്ല, ഇന്നലെ നമ്മള് പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ടുള്ള പാഴ്സലും പൊറോട്ടയും മറ്റേ സംഭവം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടേ അതിലൊരു വൈബില്ല. ചുട്ട് തിന്നണം. ചുട്ട് ഇങ്ങനെ കാത്തിരുന്ന് എന്ത് റമീസ് ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പ് ചെയ്യാനും ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. സോ ഈ ഒരു വിന്റർ കഴിയുന്നതിന് മുമ്പ് പറ്റുന്നവരൊക്കെ അവിടെ വരിക. അപ്പോൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടേ രാവിലെ എണീറ്റ് ചായ കുടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവര് ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാൻ തീപ്പെട്ടിയും കൂടി കൂടെ കൊണ്ടുവരിക. ഇപ്പൊ തീപ്പെട്ടി അന്വേഷിച്ചിട്ട് തീപ്പെട്ടി കിട്ടിയ പിന്നെ അടുത്ത അന്വേഷിക്കുന്ന ക്ലാസ് ആയിരിക്കും കേട്ടോ. ക്ലാസ് കൊടുത്തിട്ടില്ല. ഞാൻ അടുത്തോളാം കേട്ടോ. അരച്ചിട്ട് പോലെ സംഭവം അടിപൊളിയായി. ചായ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഞങ്ങള് ചായക്ക് പകരം ഫുഡ് തന്നെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് വരും. ഇവിടെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് ബാർബിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു പോകാം. സമയം ഇപ്പൊ ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്. ചായ ഞങ്ങൾ പുറത്തു പോയി കുടിക്കും. നമ്മളപ്പോ പോയിട്ടുള്ള സമാവർ ചായ ഇടുന്ന ഷോപ്പില്ലേ, അവിടെ തന്നെ പോയിട്ട് അല്ലെ ബിൻഷാംറൂപിക്ക് പോയിട്ട് നല്ല പൊറാട്ടി മീൻകറി ഉണ്ടാവും. ഈ സങ്കടം അവിടെ തീർക്കാം. മത്തി മുളകിട്ട കറി ഉണ്ടാവും. ഇവിടുത്തെ മത്തി നല്ല അടിച്ച പൊറാട്ട, നല്ല മുരുമുരു പൊറാട്ടി, മത്തി മുളകിട്ട കറി മുക്കി ഒപ്പി കഴിച്ചിട്ട് നമുക്ക് റൂം പോയി കിടന്നിറങ്ങാം. ഇങ്ങനെയാണെങ്കിൽ എന്തിട്ടെടുക്കാൻ പോരാ നമുക്ക്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ഇത് ക്യാമ്പ് ചെയ്യാനും ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും ബാർബിക്യൂ ചെയ്യാനൊക്കെ പറ്റിയുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലേസിന്റെ ഡിസ്ക്രിപ്ഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിന്റർ സീസൺ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ മാക്സിമം പറ്റുന്നവരൊക്കെ ഈ ഒരു ഏരിയയിൽ വന്ന് എൻജോയ് ചെയ്യാം. നമ്മളുടെ ഇതുപോലെയുള്ള വേറെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പൊറോട്ട മീൻകറി നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ബിൻഷാംറൂക്ക് ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും മീൻകറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. സോ നമ്മളുടെ വീഡിയോ അപ്ഡേറ്റ്സ് മിസ് ചെയ്യാതെ നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.